ബേസിൽ ഇനി മുതൽ നടൻ അതുപോലെ തന്നെ സംവിധായകൻ മാത്രമല്ല ഒരു നിർമ്മാതാവുമായി മാറിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിരിക്കുകയാണ്. ആ സിനിമയുടെ അപ്ഡേറ്റിനും വന്നിരിക്കുകയാണ് നിലവിൽ. അതിന് മുമ്പ് എല്ലാവരും കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ബേസിൽ ജോസഫ് പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിരിക്കുകയാണ്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം പേജ് വഴി അദ്ദേഹം ആ ഒരു ലോഗോ അല്ലെങ്കിൽ ആ ഒരു പ്രൊമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനീന്റെ ഒരു ആനിമേറ്റഡ് ആയ ഒരു പ്രൊമോ വീഡിയോ ആണ്. പുള്ളിക്കാരന്റെ ആ ഒരു അശ്വമേധ പരിപാടിയിലുള്ള ആ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ആ ഒരു ചിരിയും അങ്ങനെ എല്ലാ രീതിയിലും ഒരു കിടിലൻ പ്രൊമോ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. എന്തായാലും പുള്ളീന്റെ പുതിയൊരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത് പുള്ളീന്റെ പ്രൊഡക്ഷൻ കമ്പനി മാത്രമല്ല, സൈലത്തിലെ സിഇഒ ആയ ഡോക്ടർ അനന്തു എന്ന് പറഞ്ഞ വ്യക്തിയും ഈ ഒരു സിനിമയിൽ ഭാഗമാവുന്നുണ്ട്. പുള്ളിക്കാരനും അതുപോലെ തന്നെ ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സും കൂടിയിട്ടാണ് പുതിയൊരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത്, 2 പ്രൊഡക്ഷൻ കമ്പനി ഉൾപ്പെടെയായിട്ട്. അതിന്റെയും ഒരു പ്രൊമോ ടീസർ വീഡിയോ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു പടത്തിന്റെ ലോഞ്ച് വന്നത് പ്രൊഡക്ഷൻ കമ്പനീന്റെ ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ. അതിന് തൊട്ട് പിന്നാലെയായിട്ട് പുതിയൊരു സിനിമേന്റെ പ്രൊമോ വീഡിയോയും പുറത്തുവിട്ടിരിക്കുകയാണ്, 2 പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന. ഇനി ആ ഒരു പടത്തിന്റെ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ്, ബേസിൽ ജോസഫും അതിലൊരു വലിയൊരു ഭാഗമാവുന്നുണ്ട് ആക്ടറായിട്ട്. പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ഇവർ 3 പേരായിരിക്കും പടത്തിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ വരാൻ പോകുന്നത്. ഒരു കോളേജ് പടം കൂടിയാണ്, കോളേജ് ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു കഥയും കൂടിയാണ്. അത് മാത്രമല്ല പടത്തിന്റെ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയ ഒരു ഡയറക്ടറും കൂടിയാണ്, അരുൺ അനിരുദ്ധനാണ്. പുള്ളി ഡയറക്ഷൻ ചെയ്ത സിനിമകളോട് ചോദിക്കുകയാണെങ്കിൽ പുള്ളി കോ ഡയറക്ടറായിട്ട് അനർക്കലി അതുപോലെ തന്നെ അനുരാഗം, കരിക്കുംവെള്ളം എന്നീ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് പുള്ളി മെയിൻ ആയിട്ട്. 2021 OTT റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സ് പടമാണ് മിന്നൽ മുരളി. മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയുടെ എഴുത്തുകാരനും കൂടിയാണ് ഈ ഒരു പറഞ്ഞ വ്യക്തി അരുൺ അനിരുദ്ധൻ. പിന്നെ അത് മാത്രമല്ല 2018 പുറത്തിറങ്ങിയ പടയോട്ടം സിനിമേന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ് പുള്ളി. എന്തായാലും നല്ല വർക്ക് തന്നെയാണ് പുള്ളീന്റെ ഈ കഴിഞ്ഞ 2 സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ. പിന്നെ നല്ല കോ ഡയറക്ടറായിട്ട് പുള്ളി 2 സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും പുള്ളിന്റെ എക്സ്പീരിയൻസ് വെച്ച് നല്ലൊരു കോളേജ് പടം തന്നെ നമുക്ക് ലഭിക്കുമെന്ന് കാത്തിരിക്കുകയും ചെയ്യും നമുക്ക്. എന്തായാലും എത്ര പേരാണ് ഈ ഒരു കോളേജ് ലൈഫ് വരുന്ന നമ്മുടെ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് സ്ക്രീൻ പ്രസൻസിൽ വരാൻ പോകുന്ന സിനിമയ്ക്കായിട്ട്? എന്തെങ്കിലും കാത്തിരിക്കുന്ന നമുക്ക് ഈ ഒരു കിടിലൻ സിനിമയ്ക്കായിട്ട്. ന്യൂസിൽ ആദ്യം കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. കാത്തിരിക്കുന്ന നമുക്ക് ഈ ഒരു കിടിലൻ സിനിമയ്ക്കായിട്ട്.